ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഇത്തവണ കൺഫെഷൻ റൂമിൽ പോയിട്ടും കഴിഞ്ഞ ആഴ്ച കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ ഇത്തവണ ഓപ്പൺ നോമിനേഷനുമാണ് ചെയ്യേണ്ടത്. ഈ കിരീടം ടാസ്കിലൂടെ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ള പവറുകളായിട്ടുള്ള നോമിനേഷൻ മുക്തിയും ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും ഈ ആഴ്ച കൂടെ നിലനിൽക്കുമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒണിയിലെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റേ ക്വിസ് ടാസ്കിലൂടെ അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് ഓപ്പൺ നോമിനേഷൻ ആണോ കൺഫെഷൻ റൂമിൽ പോയിട്ടുള്ളതാണോ തെരഞ്ഞെടുക്കുന്നതെന്ന്. ഒരു സംശയം ഇല്ലാതെ അനീഷ് പറയുന്നു ഓപ്പൺ നോമിനേഷൻ ആണ് എന്ന്. അതിനുശേഷം നൂറേൻ്റെ അടുത്ത് മുന്നോട്ട് വരാൻ പറയുന്നു. നൂറ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ്. റീസൺ പറയുന്നത് ഇവിടെ ബിന്നിയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്നാണ് അക്ബർ പറയുന്നത്. പക്ഷേ അക്ബറാണ് ഇവിടെ ശരിക്കും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു പ്രശ്നത്തിനെ പല രീതിയിൽ അത് വളച്ചൊടിച്ച് വേറൊരു പ്രശ്നമാക്കിയിട്ട് തീർക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ കരയുന്ന സമയത്ത് അതിലൊരു സങ്കടം കണ്ടെത്തുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഷാനവാസാണ്. ഷാനവാസ് കൺഫെഷൻ റൂമിൽ വന്നിട്ടാണ് പറയുന്നത്. ഷാനവാസ് ആദ്യം പറയുന്ന പേര് ബിന്നീൻ്റെതാണ്. ബിന്നി ഇവിടെ കുത്തിത്തിരിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അത് മുതലെടുത്ത് വേറൊരാളെ അടിക്കാനായിട്ട് കഥകൾ മെനഞ്ഞ് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അത് ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുടെ ലൈഫിനെയാണ് പുറത്ത് തുലാസിലാക്കുക എന്നുള്ളത് പോലും ബിന്നി കണക്കിലെടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ ഷാനവാസാണ് ഇന്നലെ മുതൽ ഈ ബിന്നിയും ഒക്കെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനും നിങ്ങളിത് കുറേ കത്തിക്കാൻ നോക്കിയതല്ലേ എന്നും പറഞ്ഞ് ഈ വിഷയം അവിടെ ഒതുക്കി തീർക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഇനി അത് തുടർന്ന് പോകണ്ടാത്ത രീതിയിൽ സംസാരിക്കാതിരിക്കേണ്ടിയിരുന്നത് ഷാനവാസാണ്. പക്ഷേ ഷാനവാസാണ് ആവർത്തിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾ കുറേ കത്തിക്കാൻ നോക്കിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ച് തുടങ്ങുന്നത്. ഷാനവാസ് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് അഭിലാഷിനെയാണ്. ഇതേ കാരണം തന്നെ വിശ്വാസവഞ്ചന കാണിച്ചു, ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്, കൂടെ നിന്ന് ചതിച്ചു, തുടക്കം മുതലേ അക്ബറിനെതിരെ ഫൈറ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവർക്കെതിരെ നിൽക്കണം, നമുക്കെതിരെ വരുന്നവരെയൊക്കെ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളതാണ് റീസൺ. പിന്നീട് ജിസേലാണ് വരുന്നത്. ജിസേൽ ഓപ്പൺ നോമിനേഷനാണ്. അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ആഴ്ച മുതൽ സേഫ് ഗെയിമാണ്, ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് ബിന്നീനെയാണ് ജിസേൽ നോമിനേറ്റ് ചെയ്യുന്നത്. ബിന്നിക്ക് ആരുമായിട്ടും നേർക്ക് നേരെ ഒരു പ്രോബ്ലം ഇല്ല, മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രോബ്ലത്തിൽ കയറി ഇടപെട്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീട് നെവിനാണ്. നെവിൻ കൺഫെഷൻ റൂമിൽ പോയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഷാനവാസിന്റെ പേരാണ് ആദ്യം പറയുന്നത്. ഒരിക്കലും ഇവിടെ തുടർന്നു പോകാനായിട്ട് യോഗ്യതയില്ലാത്ത ഒരാളാണ്, മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നു, ഇവിടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു കോണ്ടന്റും കൊടുക്കുന്നില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് അയാളെയും അയാളുടെ കുടുംബത്തിനെ ഒക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കാര്യം എടുത്ത് ഇവിടെ സംസാരിച്ചതെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ബാഡ് മെസ്സേജ് ആയിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് ആദിലേനെയാണ്. വന്ന അന്ന് മുതൽ ആദില നെവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നെവിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒരു ദിവസം നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മോശമായിട്ട് പെരുമാറും. അതേപോലെ തന്നെ ടാസ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്യില്ല, ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം വരുന്നത് അനീഷാണ്. അനീഷ് ഓപ്പൺ നോമിനേഷനാണ്. ആദിലേനെയാണ് അനീഷ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. പറയുന്ന റീസൺ, ആദില ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ നെവിനെ വളരെ താറടിച്ച് കാണിക്കുന്ന തരത്തിൽ ആദ്യം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആദിലയാണ്. അതിനുശേഷം പിന്നെ ഗസ്റ്റ് വന്ന സമയത്താണ് ആദിലേൻ്റെ അഭിപ്രായം മാറ്റിയിട്ട് നെവിനോട് പോയി സോറി പറയുന്നതൊക്കെ കണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ ആദില ഒരു നല്ല ഗെയിമറാണ് എന്നാണ് വിചാരിച്ചിരുന്നത്, ഒരു സ്ട്രോങ് ഗെയിമറാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമാണ് ആദില അവിടെ കളിക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് ലക്ഷ്മീനെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. പറയുന്ന റീസൺ, അനീഷിന് മനഃപൂർവ്വം സ്റ്റാർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ശ്രമിച്ചു എന്നുള്ളതാണ്. ഗസ്റ്റ് വന്ന സമയത്ത് ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് പോലും പറഞ്ഞു അനീഷിന് മനഃപൂർവ്വം സ്റ്റാർ തരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു എന്ന്. പിന്നീട് അനിമോളാണ് വരുന്നത്. അനിമോള് കൺഫെഷൻ റൂമിലാണ്. ലക്ഷ്മീനെ സാബുമാനെയാണ് പറയുന്നത്. രണ്ടുപേർക്കും ഒരേ റീസൺ ആണ്, ആക്റ്റീവ് അല്ല, എല്ലാവരോടും പോയിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ഈ 15 പേരുള്ളതിൽ 13 പേരും ആക്റ്റീവാണ്, ഇവർ രണ്ടുപേരും മാത്രമാണ് ആക്റ്റീവ് അല്ലാത്തതെന്നും പറയുന്നു. പിന്നീട് ആര്യനാണ്. ഓപ്പൺ നോമിനേഷനാണ്. അനീഷിനെയാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സത്യസന്ധൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ അനീഷാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഉള്ള എല്ലാവരും തന്നെ കള്ളത്തരം പറയാറുണ്ട്, പക്ഷേ ഓവറായിട്ട് സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾ പിന്നെ
അനീഷാണ്. അതേപോലെ ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും വലിയൊരു ആത്മബന്ധമൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡേ 1 മുതൽ നിങ്ങൾ ഫ്രണ്ട് ആയില്ല? ഇപ്പം എന്തുകൊണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം, ഈ 50ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഫ്രണ്ടായി? പുറത്തുനിന്നുള്ള ഹിന്റ് കിട്ടിയതിന് ശേഷമാണ് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയത്. ഡേ 1 തൊട്ട് ഫ്രണ്ട്ഷിപ്പ് ആയില്ല എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. ആര്യൻ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നീനെയാണ്. പിന്നെ ആര്യൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള റെനെ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ബിന്നി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷവും ബിന്നി ഒരു നോമിനേഷൻ വന്ന സമയത്ത് അനാവശ്യമായിട്ട് ആ കാര്യം എടുത്തിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് അക്ബറാണ്. കൺഫെഷൻ റൂമിലാണ് ജിഷിനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഈക്വൽ ആണ്. പക്ഷേ പുള്ളി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ എന്നുള്ള കാര്യത്തിൽ ഇവിടെ സാധാരണ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കി വെച്ചാൽ അവരത് കഴിക്കുകയാണ് പതിവ്. പക്ഷേ ജിഷിന് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു കാര്യം ജിഷിൻ പറയുന്നു. അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ ജിഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് അക്ബർ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ഒണീലിനെയാണ്. പക്ഷേ ഒണീൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഈ നെവിൻ്റെ വിഷയത്തിൽ നെവിനെ ജഡ്ജ്മെൻ്റലായിട്ട് ആദില സംസാരിച്ചു എന്ന് പറയുന്ന അനീഷ് വലിയ സത്യസന്ധനാണ് എന്നൊക്കെ പറയുന്നത് ഈ അനീഷിൻ്റെ ഷാനവാസിനെ പക്ഷെ നോമിനേറ്റ് ചെയ്തില്ല. ഷാനവാസ് ചിലപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ടാവാം. പക്ഷെ അങ്ങനെ മുഖം നോക്കാതെ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യും, അല്ലെ അഭിപ്രായം പറയും എന്നുള്ളൊരു കാര്യം ഇനി അനീഷിനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് സാബുമാൻ വരുന്നു. ഓപ്പൺ നോമിനേഷനാണ്. ഈ മുഖത്ത് നോക്കി എനിക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബിഗ് ബോസിന് നന്ദിയൊക്കെ പറയുന്നു. ജിഷിനെയാണ് പറയുന്നത്. ജിഷിൻ എൻ്റെ വയറൊക്കെ നിറപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര പിടിവാശിയാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കൊക്കെ കിടന്നു, അങ്ങനെയൊക്കെ കിടക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അത് ഭയങ്കര പിടിവാശിയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യമാണ് നശിക്കുക, അത്രയും പിടിവാശിയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. രണ്ടാമത് അനീഷിനെയാണ്. ഒരു കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ടാണ് ആദ്യം തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അനീഷ് ഗ്രൂപ്പിൽ പെട്ടു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ബിന്നിയാണ്. ബിന്നി ജിസേലിനെയും ആര്യനെയും ഒരുമിച്ചാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പറയുന്ന റീസൺ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ജിസേലിന് വേണ്ടിയിട്ട് ജിസേലിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് ആര്യനാണ്. അതിപ്പോൾ വെസൽ ക്ലീനിങ് ആയാലും വാഷ്റൂം ക്ലീനിങ് ആയാലും ഒക്കെ ജിസേൽ ചെയ്യേണ്ടതെല്ലാം ആര്യനാണ് ചെയ്തു കൊടുക്കുന്നത്. ജിസേലിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും ആര്യനാണ്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ജിസേൽ വെജാണ്. അപ്പോൾ വെജ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ആര്യനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആര്യന് വെജ് ഫുഡും കിട്ടും, അതുപോലെ തന്നെ നോണും കിട്ടും എന്ന് പറയുന്നു. ജിസേൽ ഇവിടെ കുറച്ച് ഫേവറേറ്റിസം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഷാനവാസ്, അക്ബർ, ആര്യൻ അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ ആര്യനാണ് ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആൾ എന്ന് പറയുന്നു. ഈ ഡബിൾ മീനിങ് ഒക്കെ വെച്ച് സംസാരിക്കുന്നതും ആര്യനാണ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് ഒണീലാണ്. ഒണീൽ പറയുന്നു ഒണീലിൻ്റെ വീട്ടിലൊരു ആഷ്ട്രേ ഉണ്ട്, അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. പക്ഷേ ആഷ്ട്രേ അതിപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയാലും ആഷ്ട്രേൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആഷ്ട്രേ തന്നെയാണ്. അപ്പോൾ ഷാനവാസ് മീൻ ചെയ്തിട്ടല്ല ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നെവിനോട് സോറി പറഞ്ഞത്. അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നെവിനോട് നേരിട്ട് പോയി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് സോറി പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതീർക്കാവുന്നുണ്ട്. ഒന്നിൽ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ജിഷിനെയാണ്. ജിഷിൻ ഫുഡ് കഴിക്കാതിരുന്നിട്ട് നമ്മളിവിടെ പട്ടിണി കിട്ടുമെന്നൊക്കെ പറഞ്ഞൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അഭിലാഷാണ്. അഭിലാഷ് കൺഫെഷൻ റൂമിൽ വന്നിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യനെയാണ് അഭിലാഷ് നോമിനേറ്റ് ചെയ്യുന്നത്. ജിസേലിൻ്റെ അടിമേനെ പോലെയാണ് ആര്യൻ ഇവിടെ നിൽക്കുന്നത്. ജിസേലിൻ്റെ തുണി കഴുകി കൊടുക്കുക, ജിസേൽ ചെയ്യുന്ന ഡ്യൂട്ടീസൊക്കെ ആര്യനാണ് ചെയ്യേണ്ടത്. ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും വെസൽ ക്ലീനിങ്ങും ഒക്കെ ജിസേലിന് പകരം ആര്യനാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ജിസേലിൻ്റെ ഒരു അടിമേനെ പോലെയാണ് ആര്യൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് അഭിലാഷ് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത്. ലക്ഷ്മിനെയാണ്. ലക്ഷ്മി എല്ലാവരോടും കുറച്ച് അകൽച്ചയൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്, ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് ജിഷിനാണ്. ജിഷിൻ ആദ്യം സാബുമാനെയാണ്. ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇരിക്കാതെ വേറെ കാര്യമായിട്ടുള്ള കോണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അനുമോളെയാണ് ജിഷിൻ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോൾ നേരത്തെ ആക്റ്റീവായിരുന്നു, ഇപ്പം ആക്റ്റീവ് അല്ല. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അക്ബർ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് വഴി. പിന്നീട് 2 വോട്ടുകൾ ആര്യൻ, ജിസേൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ്, 3 വോട്ട് ലക്ഷ്മി, ബിന്നി, 4 വോട്ട് അനീഷ്, 5 വോട്ട് ജിഷിൻ.